Hi friends, 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സിൽ മൊഡ്യൂൾ 3 ആയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയാണ്. ഇത് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. ഇനി വരുന്ന 10th പ്രിലിംസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. ഇത് ഡേറ്റും വർഷവും മാസവും ഒക്കെ പഠിച്ചു വെക്കണം. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുവാനുണ്ടായ പ്രധാന കാരണം മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് P-53 ഉപയോഗിച്ച് വെടിവയ്ക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരെന്ന് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അത് മംഗൾ പാണ്ഡെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ ആണ്. ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആരെയാണ് 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? ബഹദൂർ ഷാ രണ്ടാമനെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 1857 വിപ്ലവത്തിൻ്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജെയിംസ് ഹ്യൂസൺ 1857 മാർച്ച് 29. ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്സി. ആരാണ്? ജോൺ ഹെയ്സി. ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തിയാണ് ജമാദാർ ഈശ്വരി പ്രസാദ്. 1857 ഏപ്രിൽ 21. 1857 വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കേണൽ ജോൺ ഫിനിസ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആൻസർ ഓപ്ഷൻ എ ആണ്, തോമസ് ജോൺസ് ബാർക്കർ. ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, 1857 വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇത് പ്രസ്താവന ചോദ്യമായി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡേറ്റ് നന്നായി മനസ്സിലാക്കി പഠിക്കുക, ചോദിക്കാം. ഓക്കെ, 1848 ദത്തവകാശ നിരോധന നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമപ്രകാരം ഇന്ത്യൻ സൈനികർക്ക് യുദ്ധത്തിനായി കടൽ കടന്ന് പോകേണ്ടി വന്നത്. ഇവയൊക്കെയാണ് 1857 വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. മംഗൾ പാണ്ഡെ അഡ്ജുട്ടൻറ്റ് ബോഗിനെ കൊലപ്പെടുത്തിയത് 1857 മാർച്ച് 29. 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ഡൽഹി. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തത് 1857 മെയ് 12. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗ്വാളിയോർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവി ഹ്യൂഗ്രോസ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആര്? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. താന്തിയ തൊപ്പി. താന്തിയ തൊപ്പിയുടെ യഥാർത്ഥ നാമം
രാമചന്ദ്ര പാണ്ഡുരംഗ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയാണ് താന്തിയ തോപ്പി. പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രൻ ആണ് നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ധുണ്ടു പന്ത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതും നാനാ സാഹിബ് ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് 1858 ജൂലൈ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് എപ്പോഴാണ്? 1858 ജൂലൈയിലാണ്. ഓക്കെ. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടത് ജോൺ നിക്കോൾസൺ ആണ്. ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ മീററ്റ്, ലക്നൗ, ആഗ്ര, അലഹബാദ്, മധുര, അലിഗഡ്. ഇവയൊക്കെയാണ് ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. കൺവർ സിംഗ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിപ്പിക്കാത്ത പ്രദേശങ്ങൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പഞ്ചാബ്, ബോംബെ, മദ്രാസ്. 1857 വിപ്ലവത്തിൻ്റെ 150-ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത് 2007. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2007 1857 വിപ്ലവത്തിൻ്റെ 150-ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത്. 1857 വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ അറിയപ്പെടുന്നത് അജിത്ഗഡ്. ഡൽഹിയിലാണ് അജിത്ഗഡ്. ഇത്രയുമാണ് ഇന്ന് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഓക്കെ, താങ്ക് യു.